ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ബിസിനസ് റെഗുലേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കോൺട്രാക്റ്റ് ലോ. അത് 1872 അപ്പോൾ എന്താണ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് പാർട്ടികൾ വേണം, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പാർട്ടീസ് വേണം, അതുപോലെ തന്നെ ഒരു എഗ്രിമെൻറ്റും അവിടെ ഉണ്ടാവണം. ഡെഫിനിഷൻ ഓഫ് കോൺട്രാക്റ്റ്: ആൻ അഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സബിൾ അറ്റ് ലോ. അതായത് ഇവിടെ ഒരു എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അത് ലോവുമായിട്ട് അതായത് ലീഗൽ ആയിക്കൊണ്ട് എൻഫോഴ്സബിൾ ആവണം. അതായത് കോൺട്രാക്റ്റിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു കോൺട്രാക്റ്റിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പാർട്ടീസ് ഉണ്ടാവാം, പക്ഷേ ആ ഒരു പാർട്ടീസ് ഏർപ്പെട്ടിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ്, ആ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താവണം? എൻഫോഴ്സബിൾ ബൈ ലോ, ലീഗലി ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആവണം. അതായത് നമുക്ക് ലോന്റെ മുന്നിൽ കാണിക്കാൻ പറ്റുന്ന, അതിൽ എല്ലാം വാലിഡ് ആയിട്ടുള്ള എല്ലാ എസെൻഷ്യൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവേണ്ടത്. അതാണ് എന്ത് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ആണ്. ഫസ്റ്റ് വൺ എഗ്രിമെന്റ്. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഓഫർ എന്ന് പറയുമ്പോൾ ആരാണോ ഒരു അഗ്രിമെന്റ് ഓഫർ ചെയ്യുന്നത്, ഒരു ഈ ഒരു കാര്യം വേണോ, അല്ലെങ്കിൽ അങ്ങനെ ആരാണോ ആ ഒരു ഓഫർ അങ്ങോട്ട് കൊടുക്കുന്നത്, അവരെയാണ് ഇത് ഓഫർ എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരു ഓഫർ കൊടുത്തു എന്ന് പറഞ്ഞു, ആ ഒരു ഓഫർ ആരാണോ അക്സെപ്റ്റ് ചെയ്യണത് അവരെയാണ് എന്ത് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എന്ത് പ്രോമിസ്. അങ്ങനെയാണ് ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഫോം ചെയ്യുന്നത്. രണ്ടാമത് ലീഗൽ ഒബ്ലിഗേഷൻ. ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു അഗ്രിമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ലീഗലി ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആവണം. അതായത് വാലിഡ് ആയിട്ടുള്ള എല്ലാ ഒബ്ലിഗേഷൻസും അതിലുണ്ടാവണം. ഇതാണ് രണ്ട് കോമ്പോണൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവാൻ, അതായത് നിയമപ്രകാരം ആവാനുള്ള എന്തൊക്കെ എലമെന്റ്സ് ആണ് വേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അപ്പോൾ ഓഫർ എന്താണ്? ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പാർട്ടീസ് ഉണ്ടാവും. അതിൽ ഒരു പാർട്ടി ഫസ്റ്റ് ആരാണോ ഒരു പ്രപ്പോസൽ അങ്ങോട്ട് പോയി ഉന്നയിക്കുന്നത്, ആരാണോ ഒരു പ്രപ്പോസൽ ഉണ്ടാക്കുന്നത്, അതാണ് ഓഫർ എന്ന് പറയുന്നത്. അത് പിന്നെ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാതൊക്കെ എന്നുള്ളത് എതിർ ടീമിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ആരാണോ അങ്ങോട്ട് പോയിട്ട് ഒരു പ്രപ്പോസൽ ഉണ്ടാക്കുന്നത് അതാണ് എന്ത് ഓഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടി ഓഫർ വെക്കാണ്, ഞാൻ എൻ്റെ കാറ് 1,00,000 രൂപക്ക് വിൽക്കുന്നു. അതൊരു വ്യക്തി അങ്ങോട്ട് വെച്ച ഓഫറാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് വേറൊരു വ്യക്തിൻ്റെ കടമയാണ്. കടമ എന്നല്ല, അത് ഓൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്കത് ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഓഫർ ചെയ്യുന്നു, ഒരു കാര്യം ഓഫർ ചെയ്യുന്നു, അത് ഓപ്പോസിറ്റ് ടീമിലുള്ള ആ വ്യക്തിക്ക് വേണേൽ എന്ത് ചെയ്യുക, അത് അക്സെപ്റ്റ് ആക്കാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ആക്കാതിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ലീഗലി ആയിക്കൊണ്ട് ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആവണം എന്നാണ് പറയുന്നത്. ഇവിടെ ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാവണം. ഇതാണ് ഓഫർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ടൈപ്സ് ആണ് നമ്മൾ പറയണത്. ടൈപ്സ് ഓഫ് ഓഫർ ആണ്. അതിൽ ഫസ്റ്റ് വൺ എക്സ്പ്രസ് ഓഫർ. അതായത് എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഓഫർ വെക്കണം എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം എക്സ്പ്രസ്ലി ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അല്ലെങ്കിൽ റിട്ടേൺ ആയിക്കൊണ്ട് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഓഫർ കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവരോട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കേസ് പറയാം. അതായത് ഞാൻ ഇങ്ങനെ ഒരു കാർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഈ ഒരു എമൗണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, താങ്കൾക്കത് വാങ്ങാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ഡയറക്റ്റ് ആയിക്കൊണ്ട് കമ്മ്യൂണിക്കേഷൻ രീതിയിലോ അല്ലെങ്കിൽ വല്ല റിട്ടേൺ ആയിക്കണ്ടോ നമ്മൾ എന്ത് ചെയ്യുക, അത് ചോദിക്കുക, അത് ചോദിച്ച് മനസ്സിലാക്കുക, ആ ഒരു ഓഫർ അവിടെ പ്രപ്പോസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് വൺ എക്സ്പ്രസ് ഓഫർ. രണ്ടാമത് ഇംപ്ലൈഡ് ഓഫർ. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷനോ റിട്ടേണോ ഒന്നും ചെയ്യൂല, ഫുൾ ആക്ഷൻസ് രീതിയിലോട്ടായിരിക്കും ഈ ഒരു ഇംപ്ലൈഡ് ഓഫർ ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഒരു പേഴ്സൺ ഒരു ഷോപ്പിലോട്ട് പോവും. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ഗ്രോസറീസ് ഒക്കെ എങ്ങനെയൊക്കെ ഒക്കെ ഷെൽഫിൽ വെച്ചൊക്കെ വെക്കാറല്ലോ. അപ്പോൾ ഒരു വ്യക്തി ആ ഒരു ഗ്രോസറി എടുത്ത് നമ്മൾ ആ ഒരു കൊട്ടയിലോട്ട് ഇടുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഇങ്ങനൊരു സാധനം എനിക്ക് വേണം, ഒരു ഓഫർ വെച്ചിട്ടില്ല, ഇവിടെ അവർ അതെടുത്ത് അതിലോട്ട് ഇടുന്നു, അങ്ങനെ അതൊരു ഓഫർ ആവുന്നു. അപ്പോൾ ഇതാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് സ്പെസിഫിക് ഓഫർ. ഇവിടെ ഓഫർ വെക്കുന്ന ആ ഒരു വ്യക്തി അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ അക്സെപ്റ്റൻസിനെ മാത്രമേ, അതായത് ഒരാളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് അയാൾ ഓഫർ കൊടുക്കുക.
ഇവിടെ എന്താ നമ്മൾ ആർക്കാണോ ഓഫർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് താല്പര്യമില്ല ആൾക്കാരെ മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഓഫർ കൊടുക്കുക. അതാണ് എന്ത് സ്പെസിഫിക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കാർ ഞാൻ 1,00,000 രൂപക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, താങ്കൾക്കത് വാങ്ങാൻ താല്പര്യമുണ്ടോ? അതായത് ഒരു വ്യക്തിനെ മാത്രം ചൂസ് ചെയ്തുകൊണ്ട് അവരോട് ചോദിക്കുക. അപ്പം അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ ജനറൽ ആയിക്കൊണ്ടല്ല, അതായത് എല്ലാവരെയും മുൻനിർത്തിക്കാണ്ട് ഞാൻ ഈ ഒരു വണ്ടി 1,00,000 രൂപക്ക് വിൽക്കാൻ താല്പര്യമുണ്ട്, ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അവിടെ അറിയുമ്പോൾ ജനറൽ ആയിക്കൊണ്ടാണ്, എല്ലാവരെയും ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ സ്പെസിഫിക്കിൻ്റെ കേസിൽ ഒരൊറ്റ ആളെ മാത്രം, അതായത് ഇയാൾ വിളിച്ചെത്തിയിട്ട് എനിക്കൊരു കോൺട്രാക്ട് വെക്കാൻ താല്പര്യമുണ്ട്, താങ്കൾക്ക് അതിന് താല്പര്യമുണ്ടോ, ഒരാളെ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് ആ ഒരു ഓഫർ വെക്കുക. അതാണ് സ്പെസിഫിക് ഓഫർ. ഈ ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളെ മാത്രമല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടി എൻ്റെ കുട്ടീനെ കാണാനില്ല. അപ്പോൾ അയാൾ ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത കൊടുക്കുകയാണ്, എൻ്റെ കുട്ടീനെ കണ്ടെത്തുന്നവർക്ക് 1,00,000 രൂപ ഞാൻ കൺസിഡറേഷൻ ആയിക്കാണ്ട് തരും എന്നുള്ളൊരു വാർത്ത കൊടുത്തു. അപ്പോൾ എന്താണ് അത്, ഈ ഒരു ജനറൽ ആയിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ട് നമ്മൾ കൊടുക്കുന്നു. അവിടെ നമ്മൾ ഒരാളെ മാത്രം സ്പെസിഫൈ ചെയ്തിട്ടില്ല, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ഓഫർ വെക്കുന്നത്. അതാണ് ജനറൽ ഓഫർ. ഇനി നെക്സ്റ്റ് വൺ ക്രോസ് ഓഫർ. ക്രോസ് ഓഫർ എന്ന് പറയുമ്പോൾ ഇവിടെ ഓഫറും അതുപോലെ തന്നെ അക്സെപ്റ്റൻസും, അതായത് അവർ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാതെ തന്നെ അവരൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതായത് ഇപ്പോൾ ക്രോസ് ഓഫർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാർട്ടി എ പാർട്ടി എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു വണ്ടി വിൽക്കാൻ താല്പര്യമുണ്ട്, ഞാനത് 1,00,000 വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇറങ്ങാണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ഇത് ഒരു കത്ത് എഴുതാണ്, നിനക്ക് ഞാൻ ഈ ഒരു വണ്ടി 1,00,000 തരാൻ ഉദ്ദേശിച്ചോ, തന്നോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അതേ സെയിം ടൈമിൽ തന്നെ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ബി പാർട്ടി ഓപ്പോസിറ്റിൽ നിന്നുകൊണ്ടൊരു കത്ത് തിരിച്ചെഴുതാണ്, എനിക്ക് നിൻ്റെ വണ്ടി ഈ ഒരു 1,00,000 വാങ്ങാൻ താല്പര്യമുണ്ട്, ഞാൻ നിൻ്റെ വണ്ടി വാങ്ങിക്കോട്ടെ. അപ്പോൾ ഇവിടെ എന്താണ്, രണ്ടുപേരും രണ്ടുപേരും ഈ ഒരു കോൺട്രാക്റ്റിനെ പറ്റി സംസാരിച്ചിട്ടില്ല. പക്ഷെ രണ്ടുപേർക്കും ഇതൊരു കോമൺ ആയിക്കാണ്ട് താല്പര്യമുള്ളൊരു കാര്യമായതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കത്ത് എഴുതിക്കാണ്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ രണ്ടുപേരും അറിയാതെ തന്നെ എന്ത് ചെയ്തു, ഈ ഒരു കോൺട്രാക്റ്റോടെ ഫോം ചെയ്തു. അതാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൗണ്ടർ ഓഫർ. ഇവിടെ പറയണത്, അതായത് ഫസ്റ്റ് ഒരു ഓഫർ വെക്കും, അതായത് എ പാർട്ടി ഒരു ഓഫർ വെക്കുന്നു, അത് ബി പാർട്ടിക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അവിടെ അക്സെപ്റ്റ് ചെയ്യാതെ ബി പാർട്ടി എന്ത് ചെയ്യുന്നു, ആദ്യത്തെ കോൺട്രാക്റ്റിനെ എലിമിനേറ്റ് ആക്കിയിട്ട് വേറൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നു. ഇതാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഒരു മാർക്കറ്റിലോട്ട് പോകുന്നു, അവിടെ ഒരു മീൻ ഷോപ്പ് കാണുന്നു, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, മീനൊക്കെ റേറ്റ് എത്ര ചോദിക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ബി പാർട്ടി പറയാണ് 1 കിലോ മീന് 100 രൂപ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്, ഓഫർ വെച്ചത് 1 കിലോ മീന് 100 രൂപ. പക്ഷെ എന്താ ചെയ്യുന്നത്, ഈ എ പാർട്ടി എന്ത് ചെയ്യുന്നു, ഇല്ല 100 രൂപ പറ്റില്ല, 80 രൂപക്കാണെങ്കിൽ ഈ ഒരു 1 കിലോ മീൻ വാങ്ങാമെന്ന് പറയാണ്ട് വേറൊരു ഓഫർ വെക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഓഫറിന് എലിമിനേറ്റ് ആക്കിയിട്ട് രണ്ടാമത്തെ ഓഫർ അദ്ദേഹം ഫോം ചെയ്തു. അപ്പോൾ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ആ ഒരു എ പാർട്ടിക്ക് തീരുമാനിക്കാം. അപ്പോൾ ഈ ഒരു എ പാർട്ടി പറയാണ് പറ്റില്ല, ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ ഈ ബി പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതായത് കോടതി പോയി കേസ് എടുക്കാനൊന്നും പറ്റില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ഒരു ഓഫർ അവിടെ വെച്ചു, അത് ഇദ്ദേഹം ഡിക്ലൈൻ ചെയ്തു. ആഫ്റ്റർ ഇദ്ദേഹം വേറൊരു ഓഫർ വെച്ചു, അത് അക്സെപ്റ്റ് ചെയ്യണോ ഡിക്ലൈൻ ചെയ്യണോ എന്നുള്ളത് ഈ ഒരു എ പാർട്ടിക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻഡിങ് ഓഫർ. സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ ലോങ് ടേം ആയിക്കൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു കാലയളവ് ഉണ്ടാവും, അതായത് ഫ്യൂച്ചറിൽ 2 കൊല്ലം, അതായത് ഇനി വരുന്ന 2 കൊല്ലം വരെ ഞാൻ എന്ത് ചെയ്തോളാം, ഇവിടേക്കുള്ള ഓർഡർ ഇപ്പോൾ ഒരു എമൗണ്ട് വെച്ചിട്ട്, ഇപ്പോൾ 150 ആണെന്നുണ്ടെങ്കിൽ 2 കൊല്ലം വരെ ഈ ഒരു എമൗണ്ട് 150 രൂപക്ക് ഞാൻ ഇവിടെ വിറ്റോളാം എന്ന് പറയുന്നൊരു ഓഫറാണ് ഈ ഒരു സ്റ്റാൻഡിങ് ഓഫർ. അപ്പോൾ ഇദ്ദേഹമാണ് പ്രപ്പോസ് വെക്കാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബേക്കറി ഷോപ്പിലോട്ട് ഇപ്പോൾ ഒരു ക്യാഷിനട്ട് ഒരു എ പാർട്ടി വരികയാണ്, എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ അടുത്ത 2 കൊല്ലം വരെ ഇവിടേക്ക് ക്യാഷിനട്ട് ജസ്റ്റ് 150, ഓരോ മാസം 150 രൂപ വെച്ച് ഞാൻ ഇവിടെ ക്യാഷിനട്ട് വിറ്റോളാം എന്ന് പറയാണ്.
2 കൊല്ലം വരെ ഈ ഒരു എമൗണ്ടിൽ വ്യത്യാസമില്ല, സെയിം എമൗണ്ടിനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബി പാർട്ടി ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തു. ഇനിയിപ്പോൾ എങ്ങാനും അദ്ദേഹം ഒരു അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു എ പാർട്ടി ആ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വരുന്ന സമയം വരെ ഈ ഒരു ബി പാർട്ടിക്ക് എന്ത് ചെയ്യുക, ആ ഒരു കോൺട്രാക്റ്റ് അതായത് ആ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള സമയം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ഓഫർ എന്ന് പറയുന്നത്. ഇത്രയും ഓഫേഴ്സാണുള്ളത്. നമ്മൾ ഓഫർ എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് അക്സെപ്റ്റൻസ്. അപ്പോൾ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതായത് ഒരു വ്യക്തി ഒരു ഓഫർ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഐ മീൻ ആ ഒരു പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ ആണ് എന്തെന്ന് പറയുന്നത്, അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓഫർ അക്സെപ്റ്റഡ് ആയി എന്ന് വരുമ്പോൾ അതിന് പറയുന്ന ഒരു പേരാണ് പ്രോമിസ് എന്ന് പറയുന്നത്. ഇനി എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് അക്സെപ്റ്റൻസ്. അതായത് നമ്മളൊരു ഓഫർ വെക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ലീഗൽ റൂൾസുകളാണ് പറയണത്. ഫസ്റ്റ് വൺ, അക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. അതിൽ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പാർട്ടി ഒരു ഓഫർ വെക്കുന്നു. അപ്പോൾ ആ ഒരു അക്സെപ്റ്റൻസ് അവിടെ ആ ഒരു അക്സെപ്റ്റൻസ് ചെയ്യുന്നു, അതായത് ബി പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു പ്രോമിസായി, അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായി. അപ്പോൾ ഒന്നെങ്കിൽ അത് എന്താവാം, ഒരു കമ്മ്യൂണിക്കേഷൻ രൂപേണയോ അല്ലെങ്കിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ രൂപേണ അതൊരു കോൺട്രാക്റ്റ് ആക്കി മാറ്റാം. നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു കോൺട്രാക്റ്റ് ആക്കാം. അല്ലെങ്കിൽ ഇംപ്ലൈഡ്, എക്സ്പ്രസ് ആയിക്കാണ്ടുണ്ട്, ഇംപ്ലൈഡ് ആയിക്കാണ്ടുണ്ട്. ഇംപ്ലൈഡ് അറിയുമ്പോൾ നമ്മൾ റിട്ടേൺ ആയിക്കാണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണ്ടോ ഒന്നും അവിടെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയില്ല. അവിടെ നമ്മൾ പ്രകടനത്തിലൂടെയാണ് ചെയ്തു എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പ്രസ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലേ, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ രീതിയിലോട്ടോ റിട്ടേണിൻ്റെ രീതിയിലോട്ടോ ഈ ഒരു ഓഫർ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് അത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇംപ്ലൈഡിൻ്റെ കേസിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ദുലേഖൻ്റെ സോപ്പ് മാർക്കറ്റിൽ ഇറക്കി. ആ ടൈമിൽ ഇങ്ങനെ പരസ്യമൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ബ്യൂട്ടി ആവും, അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു കോമണർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തു, ആ എല്ലാ അത് കഴിയുന്തോറും ആ ഒരു സോപ്പിനെ, ഇന്ദുലേഖൻ്റെ സെയിം സോപ്പിനെ എപ്പോഴും വാങ്ങി യൂസ് ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല. ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞത്ര റിസൾട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം കോടതിയിൽ പോയി സമീപിച്ചു. അപ്പോൾ സമീപിച്ചപ്പോൾ ഇത്രയും ഫണ്ട് അദ്ദേഹത്തിന് നഷ്ടമായി. ഈ ഒരു സോപ്പ് വാങ്ങി അദ്ദേഹത്തിന് നഷ്ടമായി. അപ്പോൾ അദ്ദേഹം കോടതിയിൽ പോയി കേസെടുത്തു. കോടതി അതിനൊരു കൺസിഡറേഷൻ കൊടുത്തു, അദ്ദേഹത്തിന് പ്രതിഫലം കൊടുത്തു, ഈ ഒരു കമ്പനീൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇതാണ് പറയണത്. ഇവിടെ ഇംപ്ലൈഡ് എന്ന് പറയണത് എക്സ്പ്രസ് പോലെ ഞങ്ങൾ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഇവിടെ ഒരു പ്രകടനത്തിലൂടെയാണ് ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ അതാണ് ഒന്നാമത്തേത്, അക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. രണ്ടാമത്തത് അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. നെക്സ്റ്റ് ആബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. അതായത് ഒരു പാർട്ടി വെക്കുന്ന ഒരു ഓഫർ വെക്കുന്നു, അതിൽ ഈ ഒരു ബി പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അക്സെപ്റ്റ് ചെയ്യണതിൽ എന്തെങ്കിലും ടേംസ് ആൻഡ് ഒക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടേംസ് ഒക്കെ ഡിഫറെൻറ്റ് ചേഞ്ച് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അക്സെപ്റ്റൻസ് ആയിട്ട് നമ്മൾ കൂട്ടൂല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എ പാർട്ടി ഒരു ഓഫർ വെക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഈ ഒരു TV അദ്ദേഹം സെല്ല് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു TVക്ക് 5000, അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ 5000 രൂപ കൊടുത്താൽ ഈ ഒരു TV അദ്ദേഹം വിൽക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വന്നിട്ട്, ഞാൻ ഈ ഒരു TV വാങ്ങാൻ റെഡിയാണ്, പക്ഷെ ഞാനിപ്പോൾ 5000 എന്നുള്ളത് 4000 തരുള്ളൂ, ബാക്കി 1000 കുറച്ച് കഴിഞ്ഞിട്ട് തരുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓഫർ എന്ന് പറയുമ്പോൾ വാങ്ങുന്ന സമയത്ത് 5000 ആണ്, പക്ഷെ ഇതിൻ്റെ ഫ്രണ്ട് 4000 ഫസ്റ്റ് കൊടുക്കുന്നു, പിന്നെ 1000 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ടേംസിൽ ചേഞ്ച് വരുന്നു, ഓഫർ വെച്ച ടേംസിൽ ഈ ഒരു അക്സെപ്റ്റൻസ് ചേഞ്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊരു അക്സെപ്റ്റൻസ് ആയിട്ട് കൂട്ടൂല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലീഗൽ റൂള്. ദ തേർഡ് വൺ ഈസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫേഴ്സ്. അതായത് ഇപ്പോൾ ഈ ഒരു ഓഫർ വെച്ച പാർട്ടിനോട് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അതായത് അവരിപ്പോൾ ഓഫർ വെച്ചു, നമ്മളിത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഒരു ഓഫറിന് മനസ്സിലാക്കാൻ പറ്റൂല ഇതെങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ല എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അപ്പോൾ ഓഫർ എന്ത് ചെയ്യണം, അത് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അവർ പറഞ്ഞിട്ടുണ്ടാകും
ലൈക്ക് ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന രീതിയിലൂടെ എന്നോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. മേ ബി അത് കോൾ ആവാം, അല്ലെങ്കിൽ ഒരു ലെറ്ററിൻ്റെ രീതി ആവാം. അപ്പം ഇങ്ങനെയൊക്കെ ഇവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. ദ ഫോർത്ത് വൺ ഈസ് അക്സെപ്റ്റഡ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. അതായത് ഈ ഒരു ഓഫർ ഇപ്പോൾ ഒരു പാർട്ടി വെക്കുന്ന സമയത്ത് ആ ഒരു ഓഫർ എപ്പോഴാണ് കഴിയണത് അതിൻ്റെ കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ്, ബഡ്ജറ്റ് ഇതുപോലത്തെ ഹൈപ്പർ ഷോപ്പുകളൊക്കെ എന്ത് ചെയ്യും, ഈ ഓരോ പീരീഡിലും ഓഫർ കൊണ്ടുവരും. അപ്പോൾ ഇവരിപ്പോൾ ഒരു ഓഫർ വെക്കുകയാണ് ജാനുവരി 13 to Feb 15 വരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രമേ ആ ഒരു ഓഫർ ഉള്ളൂ. അപ്പോൾ ഓഫർ വാങ്ങുകയാണെങ്കിൽ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ വാങ്ങണം. ആഫ്റ്റർ February 15 ശേഷം നമ്മൾ ആ ഒരു ഓഫർ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് അവൈലബിൾ ആവില്ല. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ മോഡ് പ്രിസ്ക്രൈബ്ഡ്. അതായത് ഇപ്പോൾ ഒരു ഓഫർ വെക്കുന്നു, ഈ ഓഫർ വെച്ചു, അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യണു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് ആ ഓഫർ വെച്ച ആളെ അറിയിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു ഓഫർ വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഏത് രീതിയിൽ ഈ ഒരു അക്സെപ്റ്റൻസ് സ്വീകരിച്ചു എന്നുള്ള കാര്യം അറിയിക്കണം എന്ന് അദ്ദേഹം ഓൾറെഡി ഒരു മോഡ് പ്രിസ്ക്രൈബ് ആക്കിയിട്ടുണ്ടാവും. ലൈക്ക് അത് ലെറ്റർ ആവാം, പല കമ്മ്യൂണിക്കേഷൻ രീതിയിലോട്ടാവും. അപ്പോൾ അതിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അദ്ദേഹത്തിനോട് അറിയിക്കേണ്ടത്. ഇനി ഇൻ കേസ് ഇപ്പോൾ ആ ഒരു അക്സെപ്റ്റൻസ് സ്വീകരിച്ച ആൾക്ക് അത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ലൈക്ക് ആ പറഞ്ഞ മോഡിലൂടെ അല്ലായിരിക്കാം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടാവാം. മേ ബി വേറെ ലെറ്ററോ എന്തെങ്കിലും ഒരു രീതിയിലോട്ടാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓഫറിൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് പോവാണ്, ഞാൻ ഈ ഒരു രീതിയിലോട്ടല്ല എന്ത് അക്സെപ്റ്റൻസ് മെസ്സേജ് അയക്കാൻ പറഞ്ഞത് എന്ന് അങ്ങനെ ഒരു മെസ്സേജ് എന്തെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവില്ല. ബട്ട് അവിടെ അങ്ങനെ ഒരു മെസ്സേജ് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ അക്സെപ്റ്റർ മസ്റ്റ് ബി അവെയർ ഓഫ് ദ പ്രപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ദ ഓഫർ. അതായത് ഈ ഒരു അക്സെപ്റ്റൻസ് എപ്പോഴും അവെയർ ആയിരിക്കണം. അതായത് ആ ഒരു ഓഫർ കഴിയണതിൻ്റെ മുന്നേ വാങ്ങാനായിട്ട് അവെയർ ആവണം. നമ്മളൊരു ഓഫർ വെച്ച് അതിൻ്റെ ടൈം കഴിഞ്ഞതിന് ശേഷം അത് വാങ്ങണം ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല, അത് വാങ്ങുന്നതിൻ്റെ മുന്നേ അവെയർ ആവണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദ ഓഫർ ലാപ്സസ് ഓർ ബിഫോർ ദ ഓഫർ ഈസ് വിത്ഡ്രോൺ. ഇവിടെ പറയുന്നത് ഒരു ഓഫർ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അത് ഈ സെയിം പോയിന്റ്സിനായിട്ട് പറയണത് അത് വിഡ്രോ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ആ ഒരു ഓഫർ വെച്ച് അദ്ദേഹം വിഡ്രോ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അക്സെപ്റ്റൻസ് അവിടെ അറിയിക്കണം. നെക്സ്റ്റ് പോയിന്റ് ആണ് അക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻസ്. അതായത് ഒരു ഓഫർ വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് സ്വീകരിക്കണം എന്നുണ്ട്, പക്ഷെ അദ്ദേഹം അത് സൈലൻസ് ആയിക്കൊണ്ട് അതിനൊരു ഇംപ്ലൈഡ് ആയിക്കൊണ്ട് റെസ്പോൺസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ അക്സെപ്റ്റബിൾ ആവില്ല. കാരണം അദ്ദേഹം ഒരു മോഡ് പറഞ്ഞിട്ടുണ്ടാവും ഏത് രീതിയിൽ അക്സെപ്റ്റൻസ് അയക്കണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം അവിടെ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാണ്, പക്ഷെ ഇദ്ദേഹം എന്താണത് അക്സെപ്റ്റ് ചെയ്യാതെ ഇംപ്ലൈഡ് സൈലന്റ് ഒരു റെസ്പോൺസ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കോൺട്രാക്റ്റ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് അക്സെപ്റ്റൻസ്. ഇപ്പോൾ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് വരുന്ന എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ആണ് കൺസിഡറേഷൻ. അതായത് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഓഫർ വെക്കുന്ന ആളെ പറയുന്ന പേരാണ് പ്രോമിസർ. അതുപോലെ തന്നെ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്ത ആളെ പറയുന്ന പേരാണ് പ്രോമിസി. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോമിസർ ഒരു ഓഫർ വെക്കുമ്പോൾ ആ ഒരു ഓഫർ പ്രോമിസ് സ്വീകരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോമിസ് അതിനുള്ളൊരു കൺസിഡറേഷൻ ഒരു പ്രൈസിൽ ഒരു ക്യാഷിൻ്റെ മൂല്യത്തിൽ കൊടുക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് കൺസിഡറേഷൻ. ഫസ്റ്റ് വൺ ഈസ് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. അതായത് പ്രോമിസർ ഒരു പ്രപ്പോസൽ വെക്കുന്ന സമയത്ത് അത് പ്രോമിസി അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺസിഡറേഷൻ ഈ ഒരു പ്രോമിസറിന് കൊടുക്കണം. അപ്പോൾ ഇവിടെ പ്രോമിസറിന് എന്ത് കൺസിഡറേഷൻ വേണം, എത്രത്തോളം വേണം എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ ആരാണ് തീരുമാനിക്കുന്നത്? ഈ ഒരു പ്രോമിസറാണ്. ഇവൻ ഓഫർ വെച്ച ആളാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസയറോട്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ അദ്ദേഹത്തിന് വേണ്ട നീഡ്സ് ആണ് ഈ ഒരു പ്രോമിസി കൊടുക്കേണ്ടത്. അല്ലാതെ പ്രോമിസി എന്താണ് വോളണ്ടറി ചെയ്യുന്നത് അതല്ല കൊടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എ പാർട്ടി
ഒരു ന്യൂസ് പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ മകനെ കാണാനില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു ബി പാർട്ടി അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടുപിടിച്ചിട്ട് ആ എ പാർട്ടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുത്തു, എന്നിട്ട് ഈ ഒരു ബി പാർട്ടി അദ്ദേഹത്തിനോട് പറയാണ് എനിക്കൊരു 1,00,000 രൂപയോളം ഇതിന് പ്രതിഫലമായിട്ട് തരണം. പക്ഷെ അവിടെ അത് കൊടുക്കേണ്ടതില്ല. കാരണം എ പാർട്ടി അദ്ദേഹത്തിനോട് ആ ഒരു ബി പാർട്ടിനോട് എത്രയാണ് കൺസിഡറേഷൻ എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇവിടെ വോളണ്ടറി ആയിക്കാണ്ട് ബി പാർട്ടിനെ തീരുമാനിച്ചാണ് ഇത്ര ഒരു എമൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അതായത് ഇപ്പോൾ ഈ ഒരു പ്രോമിസറിന് ഈ പ്രോമിസിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എനി അതർ സ്ട്രേഞ്ചർ പേഴ്സന്റെ കയ്യിൽ നിന്നോ കൺസിഡറേഷൻ കൈപ്പറ്റാവുന്നതാണ്. ആ ഒരു പ്രോമിസിന് ആണെന്നില്ല, വേറെ ഒരാളെത്തുനിന്നും കൂടി അദ്ദേഹത്തിന് ആ ഒരു ഫണ്ട് കൈപ്പറ്റാവുന്നതാണ് എന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എ പാർട്ടി എന്ന ലേഡി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഈ ഒരു വീട് എഴുതി കൊടുത്തു. ബി പാർട്ടിയാണ് ആ ഒരു മകള് വീട് എഴുതി കൊടുത്തു. അപ്പോൾ എ പാർട്ടി പറഞ്ഞു, പക്ഷേ നീ എന്ത് ചെയ്യണം, നിന്റെ അമ്മാവന് ഓരോ മന്ത്ലി 10,000 രൂപ വെച്ച് കൊടുക്കണം. അത് സി പാർട്ടിയാണ് അമ്മാവന് ഈ ഓരോ 10,000 രൂപ വെച്ച് ഓരോരോ മാസം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീടൊക്കെ ആ ഒരു ബി പാർട്ടിന്റെ പേരിലായതിനു ശേഷം ഈ ബി പാർട്ടി എന്ത് ചെയ്തു, ആ ഒരു എമൗണ്ട് സി പാർട്ടിക്ക് കൊടുത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സി പാർട്ടി കോടതിയിൽ പോയി കണ്ട് കേസ് കൊടുക്കും. ആ ഒരു കേസ് അവിടെ നിലനിൽക്കും. കാരണം അതിൻ്റെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് വീട് നമ്മൾ പേരിൽ എഴുതി കൊടുത്തത്. അപ്പോൾ ഈ സി പാർട്ടിക്ക് എന്ത് ചെയ്യാം, അത് ഈ അമ്മാവന് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ബി പാർട്ടിന്റെ കയ്യിൽ നിന്നോ, അതായത് പ്രോമിസിന്റെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ എ പാർട്ടിന്റെ കയ്യിൽ നിന്നോ, ആ ലേഡീൻ്റെ കയ്യിൽ നിന്നോ ഇവർക്ക് കൺസിഡറേഷൻ വാങ്ങാൻ പറ്റും. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. അതായത് കൺസിഡറേഷൻ ഒന്നെങ്കിൽ ഫ്യൂച്ചറിലാവാം, അല്ലെങ്കിൽ പ്രസന്റ് ആവാം, അല്ലെങ്കിൽ പാസ്റ്റ് ആവാം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എ പറഞ്ഞൊരു പാർട്ടി എന്ത് ചെയ്തു, ഒരു ബി പറഞ്ഞ പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ വീട് പെയിന്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ ഈ ബി പാർട്ടി എന്ത് ചെയ്തു, ആഫ്റ്റർ 1 മന്തിന് ശേഷം അദ്ദേഹത്തിനുള്ള കൺസിഡറേഷൻ കൊടുത്തു. അതായത് പാസ്റ്റിൽ ചെയ്ത സംഭവത്തിന് അദ്ദേഹം കൺസിഡറേഷൻ കൊടുക്കുക, അതാണ് പാസ്റ്റ് പറയണത്. രണ്ടാമത് പ്രസന്റ്, അതായത് എ പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ബൈക്ക് ഇന്ന് വിൽക്കണം 1,00,000-ന്. അപ്പോൾ ബി പാർട്ടി എന്ത് ചെയ്തു, അത് വാങ്ങാൻ റെഡിയായി. അത് ഇന്ന് തന്നെ അവരെന്ത് ചെയ്തു, ബൈക്ക് കൈപ്പറ്റി, കൺസിഡറേഷനും കൈപ്പറ്റി. അതാണ് പ്രസന്റ് പറയണത്. ഫ്യൂച്ചറിൽ ഇപ്പോൾ എ പാർട്ടി ഒരു ഓഫർ വെക്കുകയാണ്, നെക്സ്റ്റ് മന്തിൽ എന്ത് ചെയ്യുക, ഈ ഒരു 33,000 രൂപക്ക് ഇനി ലാപ്ടോപ്പ് ഞാൻ നിങ്ങൾക്ക് വിൽക്കാം. അപ്പോൾ ബി പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പറയണം, ഓക്കെ എന്നാൽ ഇത് ഡെലിവറി ആവുന്ന സമയത്ത് ഞാൻ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ അതൊരു ഫ്യൂച്ചറിലുള്ള കൺസിഡറേഷനാണ്. നെക്സ്റ്റ്, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ്. അതായത് ഈ കൺസിഡറേഷന് സാറ്റിസ്ഫൈ ആവണം എന്ന് ഇല്ല. അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 1 lakh ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ആ ഒരു ഓഫർ വെക്കണത് 1 lakhന്റെ എമൗണ്ട് 80,000 ആയിട്ട് ഓഫർ വെക്കാണ്. അപ്പം കൺസിഡറേഷൻ നമുക്ക് 80,000 കിട്ടുള്ളൂ. ഇവിടെ 1 lakhന്റെ വണ്ടി 1 lakhന് കൊടുക്കണം എന്ന് എവിടെയില്ല. നമുക്ക് അത് വാലിഡ് ആവും. കാരണം നമുക്ക് ഇഷ്ടമുള്ള പ്രൈസിന് കൊടുക്കുക, അത് ആക്ച്വൽ പ്രൈസിന് കൊടുക്കണം എന്ന് എവിടെയും വാല്യൂ ആയിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈ ആവണമെന്നില്ല. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇറ്റ് മസ്റ്റ് ബി റിയൽ നോട്ട് ഇല്യൂഷറി. അതായത് ഈ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ റിയൽ ആയിക്കൊണ്ട് തന്നെ ഒരു മറ്റുള്ള വ്യക്തിക്ക് കൊടുക്കണം. ഒരിക്കലും അതൊരു ഇല്യൂഷറി, ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ആവരുത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 3 ലക്ഷം തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യയെ ജീവിപ്പിക്കാം. അതൊരു ഇല്യൂഷറി, ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കൺസിഡറേഷനാണ് നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് കൊടുക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. അതായത് ഒരു വ്യക്തി ഒരു എ പാർട്ടി ഒരു ഓഫർ വെക്കുമ്പോൾ ബി പാർട്ടി അത് ഓഫർ അക്സെപ്റ്റ് ചെയ്ത് അതിന് കൺസിഡറേഷൻ കൊടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ലോഫുൾ, നിയമപ്രകാരമായിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എ പാർട്ടി ബി പാർട്ടിക്ക് ഒരു ഓഫർ വെക്കുന്നു, അതായത് ഒരു കാര്യം ചെയ്തു കൊടുത്തു. അപ്പോൾ ഈ ബി പാർട്ടി അതിന് കൺസിഡറേഷൻ കൊടുക്കുന്ന രീതിയിൽ പറയുകയാണ്, എൻ്റെ 17 വയസ്സായ മോളെ ഞങ്ങൾക്ക് കെട്ടിച്ചു തരാം. സ്വാഭാവികമായിട്ടും നിയമപ്രകാരം ഒരു പെൺകുട്ടിനെ കെട്ടിച്ചു കൊടുക്കേണ്ട ഏജ് എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ അവിടെ അത് ലോഫുൾ ആയിട്ടുള്ള കാര്യമല്ല.
അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വ്യക്തിക്ക് കുറച്ച് എമൗണ്ട് പൈസ കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിന് കൺസിഡറേഷൻ ചെയ്തുകൊണ്ട് എന്താ പറയുന്നത്, ഈ ബി പാർട്ടിൻ്റെ, അതായത് നിങ്ങൾക്ക് വൈരാഗ്യമുള്ള ആളെ കൈയും കാലും ഞാൻ ഒടിച്ചു തരാം. ഇതൊക്കെ ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ആർ ദ പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. അതായത് ഇവിടെ ഒരു വ്യക്തി ഓഫറൊക്കെ കൊടുത്തു, അക്സെപ്റ്റൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വ്യക്തി എന്താണ് ഓൾറെഡി ചെയ്യാനുള്ള കാര്യം അദ്ദേഹം എന്ത് ചെയ്യരുത്, ഒരു കൺസിഡറേഷൻ വാങ്ങിയിട്ട് വേറൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അതിനൊരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ, ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ അവിടെ ഒരു മർഡർ നടന്നു. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എ പാർട്ടി എന്ന ആൾ ഈ ഒരു പോലീസ് ഓഫീസറിനെ സമീപിച്ചിട്ട് അദ്ദേഹത്തിന് ഇത്രത്തോളം ഫണ്ട് കൊടുക്കുന്നു. എന്നിട്ട് പറയാണ് ഇങ്ങനെ എന്താണ് ഈ ഒരു കാര്യം തെളിയിച്ച് തരണം എന്ന് പറയുന്നു. അപ്പോൾ പോലീസ് ഓഫീസർ എന്ത് പറയാണ്, ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, ഫണ്ടൊക്കെ റിസീവ് ചെയ്ത് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അങ്ങനെ ആവാൻ പാടില്ല. കാരണം പോലീസിൻ്റെ ആ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഓൾറെഡി ആ ഒരു മർഡർ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ജോലി. മറിച്ച് ഇയാൾ വീണ്ടും വേറൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പം ഇത്രയും ലീഗൽ റൂൾസാണ് കൺസിഡറേഷനിൽ വരുന്നത്.